നമുക്കില്ലാത്ത പല കാര്യങ്ങളും മറ്റുള്ളവർ ഉപയോഗിച്ച് കാണുമ്പോൾ ഇത് ആർഭാടമാണ്, അഹങ്കാരമാണ് എന്നൊക്കെ തോന്നും. എന്നാൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഇത് സ്വന്തമാക്കി കഴിയുമ്പോൾ ഈ ബുദ്ധി എന്തേ നേരത്തെ തോന്നിയില്ല എന്ന് പശ്ചാത്തപിക്കും. ഇത് വാഹനങ്ങളുടെ കാര്യത്തിലായാലും ഗൃഹോപകരണങ്ങളുടെ കാര്യത്തിലായാലും ആധുനിക സാങ്കേതിക വിദ്യകളാൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട ഗാഡ്ജറ്റ്സിൻ്റെ കാര്യത്തിലായാലും യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ എത്രമാത്രം ഇത് പ്രയോജനപ്രദമാണെന്ന് ബോധ്യമാകും. ഒരു പുതിയ ആശയം കണ്ടെത്തി എക്സ്ട്രാ വരുമാനമുണ്ടാക്കി ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുന്നത് വരെ മറ്റുള്ളവരുടെ ലക്ഷറി ലൈഫ് സ്റ്റൈൽ നമുക്ക് അരോചകമായിട്ട് തോന്നും. ഇത് നമ്മുടെ സ്കയർസിറ്റി മൈൻഡ് സെറ്റാണ്. അതായത് ഇതെല്ലാം ആഡംബരവും അനാവശ്യവുമാണെന്ന് ചിന്തിക്കുന്നത് നമ്മുടെ മസ്തിഷ്കം കണ്ടെത്തുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. ഇതെനിക്ക് ആവശ്യമില്ല, ഇത് വെറും കാണിക്കൽ മാത്രമാണ് എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സ് ശാന്തമാകും. നമുക്ക് സ്വന്തമല്ലാത്ത കാര്യങ്ങളെ മോശമായി ചിത്രീകരിച്ച് നമ്മുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ തലച്ചോർ ശ്രമിക്കും. മറ്റൊരാളുടെ സമ്പത്തോ വളർച്ചയോ കാണുമ്പോൾ നമ്മുടെ ഈഗോയ്ക്ക് പരിക്കേൽക്കും. അതിനെ പ്രതിരോധിക്കാൻ ആ വ്യക്തിയെ അഹങ്കാരിയായി മുദ്രകുത്താൻ മനസ്സ് പ്രേരിപ്പിക്കും. ഒടുവിൽ ഇത് സ്വന്തമാക്കുമ്പോൾ ആ വാങ്ങലിനെ ന്യായീകരിക്കാനായി മസ്തിഷ്കം നമ്മുടെ ചിന്തകളെ മാറ്റുന്നു. ഇതെന്തുകൊണ്ട് നേരത്തെ തോന്നിയില്ല എന്ന് ചിന്തിപ്പിക്കുന്നു. ഇതിൻ്റെ ഉപയോഗം നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ തന്നെ വിപുലീകരണമായി ചിത്രീകരിക്കുന്നു.